പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തിരികെ യമുന വന്നതിനെ തുടർന്ന് സുപ്രധാനമായ വഴിത്തിരിവുകളാണ് ഉണ്ടായിരിക്കുന്നത്. കാശിനാഥനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവൾ സംസാരിച്ചു തുടങ്ങുന്നത് വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ്. മനുവാകട്ടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിനു മുന്നിൽ പകച്ച് നിന്നുപോകുന്നു. മനുവിനെ ഇതേ തുടർന്ന് ചെന്ന് കാണുകയാണ് ഇപ്പോൾ ഗംഗ. മാത്രവുമല്ല, എന്താണ് ഇവൾക്ക് പറ്റിയത്? ഇവൾ ഒരിക്കലും ഇങ്ങനെ പെരുമാറാറില്ലല്ലോ. ഇപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. നീ പറയുന്നത് ശരി തന്നെയാണ് ഗംഗ. ഞാനും വിചാരിക്കുന്നുണ്ട് എന്താണ് ഇവൾക്ക് പറ്റിയത് എന്ന്. ഇതുവരെ കാശിനാഥനെ എതിർത്ത് സംസാരിച്ചവൾ ഇപ്പോൾ കാശിനാഥന് വേണ്ടി സംസാരിക്കുന്നു. ഇതിനു പിന്നിലെ സത്യാവസ്ഥ എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. ഞാൻ എന്തായാലും ഇതേപ്പറ്റി ഒന്നുകൂടെ അന്വേഷിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഗംഗയാകട്ടെ, എനിക്ക് കാശിനാഥനെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. അത് സത്യം തന്നെയാണ്. ഇനി ആരൊക്കെ നിർബന്ധിച്ചാലും ആ തീരുമാനത്തിൽ നിന്ന് പിറകോട്ട് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നത് തന്നെയാണ് സത്യം. ഇത് കേൾക്കുന്ന മനുവാകട്ടെ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവുകയാണ്. പക്ഷേ ഇതേ തുടർന്ന് യമുനയെ ചെന്ന് കാണുന്ന ഗംഗ ഇനി കാശിനാഥന്റെ പേര് ഇവിടെ ഉച്ചരിച്ചു പോകരുത് എന്നുള്ള വാണിംഗ് നൽകിയിരിക്കുകയാണ്. ഇത് യമുനയെ ഒന്ന് ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.